ശാശ്വതികാനന്ദയുടെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടെന്ന് പീപ്പിളിനോട് വെളിപ്പെടുത്തിയ സജീഷിന്റെ കുടുംബത്തിന് പോലീസ് പീഡനം. അന്വേഷണത്തിന്റെ മറവിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നുവെന്ന് സജീഷിന്റെ അമ്മ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. അവരുടെ വാക്കുകളിലേക്ക്. ഞങ്ങളെ കുടുംബങ്ങളിലെല്ലാം പോയി ചോദ്യം ചെയ്ത് സുഖമില്ലാതെ കിടക്കുന്ന ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചേച്ചിയുടെ മകനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് മീഡിയക്കാർക്ക് മെമ്മറി കൊടുത്തത്. എന്റെ മോൻ 1 വർഷം മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് പിന്നെ അത് അവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങൾ കയറി ഇറങ്ങി ഒരേ ഭീഷണികളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ പിന്നാലെ ഓടി തുടങ്ങിയിട്ട് 1 വർഷത്തിലും മേലെയായി. അവനെ പിടിച്ചതില് അന്ന് തുടങ്ങിയിട്ട് ഞാൻ എറണാകുളത്തേക്കായിട്ടും പിന്നെ ഇപ്പൊ 3 മാസം തുടർന്ന് ഞാൻ കോട്ടയത്ത് ഇരുന്ന് എനിക്ക് സുഖമില്ലാതെ ഇരുന്ന് അവിടെ വന്ന് കിടക്കുകയാണ്. ഓരോ വില്ലേജ് ഓഫീസുകളും വീടുകളും ഓരോരുത്തരുടെ കൈയും കാലം പിടിച്ച് കുറെ കരഞ്ഞ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അവന്റെ കുട്ടികളും കുടുംബമൊക്കെ പത്നിയാണ്. ഞങ്ങൾ തന്നെയാണ് അതൊക്കെ നോക്കിക്കൊണ്ട് നടന്നാറുള്ളത്. ആ കുട്ടികളും ഭാര്യയും ആത്മഹത്യ ചെയ്യാൻ പോണു അതുവരെ പറഞ്ഞ് കരഞ്ഞ് കൈയും കാലൊക്കെ പിടിക്കാറുണ്ട്. ഞാൻ 6 പ്രാവശ്യം തിയേറ്ററിൽ കയറിയിട്ടുള്ള ആളാണ്. നല്ല ശരീര സുഖമുള്ള ആളൊന്നുമല്ല. 3 മാസം ഞാൻ കോട്ടയത്ത് ഓരോ വില്ലേജ് ഓഫീസുകളും ഓരോരുത്തരുടെ കൈയും കാലം പിടിച്ച് കരഞ്ഞ് ഇത് ഒന്നും ഇല്ലാതെ ഇപ്പൊ നിവർത്തിയില്ലാണ്ടായപ്പോഴാണ് ഞാനത് മീഡിയക്കാരെ ഏൽപ്പിച്ചത് മെമ്മറി. ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ സജീഷ് നടത്തുകയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പി വി കുട്ടൻ. വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടന്നത്. അതിൽ വാടക കൊലയാളി പ്രിയനാണ്. ഇതൊക്കെ സജീഷ് പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തിയതാണ്. ഇപ്പോൾ സജീഷിന്റെ അമ്മയുടെ നിലപാടനുസരിച്ച് എത്രമാത്രം ക്രൂരമാണ് അവർ നേരിടുന്ന അപമാനവും ആക്ഷേപവും പീഡനവും. വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു വെളിപ്പെടുത്തലാണ് ഈ മാസം 4-ാം തീയതി പീപ്പിൾ ടിവിയിലൂടെ സജീഷ് നടത്തിയത്. സജീഷ് പ്രിയന്റെ കൂട്ടുപ്രതിയായി തൃശ്ശൂരിലെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ സജീഷ് നടത്തി. അത് ഈ ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ തുഷാറിനും വാടക കൊലയാളി പ്രിയനുമുള്ള പങ്ക് വ്യക്തമാക്കുന്ന വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ് സജീഷ് നടത്തിയത്. എന്നാൽ തുടർന്ന് പോലീസ് സംഘം സജീഷിന്റെ ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇതിൽ വെള്ളാപ്പള്ളിക്കും ഉള്ള പങ്കടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള യാതൊരു അന്വേഷണവും നടത്താൻ ഇത്ര ദിവസമായിട്ടും പോലീസ് തയ്യാറായിട്ടില്ല. അതിനു പകരം ജയിലിൽ കഴിയുന്ന സജീഷ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഏത് രീതിയിൽ നടത്തി അതെങ്ങനെ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസമായി സജീഷിനെ വിയൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ചിട്ടുള്ള മുഴുവൻ സന്ദർശകരുടെയും വിവരങ്ങൾ ജയിലിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിക്കുകയും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സജീഷിനെ സന്ദർശിച്ചവരുടെയും സജീഷിന്റെ ബന്ധുക്കൾ, അതായത് തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത വെള്ളിക്കുളങ്ങരയിലാണ് സജീഷിന്റെ വീട്, ഈ പരിസരത്തുള്ള സജീഷിന്റെ മുഴുവൻ ബന്ധുവീടുകളിലും കയറി പോലീസ് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നാണ് സജീഷിന്റെ അമ്മ ഇപ്പോൾ പീപ്പിൾ ടിവിയോട് ടെലിഫോണിൽ പറഞ്ഞിരിക്കുന്നത്. സജീഷിന്റെ അമ്മ ഇപ്പോൾ നാട്ടിലില്ല, അവർ ചെന്നൈയിലാണുള്ളത്. അവരുടെ വാക്കുകളും നമുക്ക് വ്യക്തമാവുന്നത് അസുഖമായവരെയും അതുപോലെ തന്നെ പ്രായമായവരെ പോലും വളരെ മോശമായ രീതിയിൽ സജീഷിന്റെ ബന്ധുക്കളാണെന്ന ഒറ്റ കാരണം കൊണ്ട് പ്രായമായവരെയും അസുഖമുള്ള ആൾക്കാരെയും പോലും അവരോട് പോലും വളരെ മോശമായ രീതിയിലാണ് പോലീസ് സംഘം പെരുമാറുന്നതെന്നാണ് സജീഷിന്റെ അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. പ്രദീപ്, പി വി, അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു വെളിപ്പെടുത്തലാണ് സജീഷ് നടത്തുന്നത്. അത് വളരെ ഗൗരവമായ കാര്യവുമായിരുന്നു. ശാശ്വതികാനന്ദയുടെ മരണം അത് കൊലപാതകമാണെന്ന് പറയുന്നു. ആരാണ് അതിന് പിന്നിൽ, ആർക്കു വേണ്ടിയാണ് എന്ന് നിർണായക വെളിപ്പെടുത്തലാണ് സമൂഹത്തിന് മുന്നിൽ സജീഷ് നടത്തിയത്. അതിനോടുള്ള ആവശ്യം, അന്വേഷണം വേണമെന്ന ആവശ്യം വളരെ ശക്തമായി നിലനിൽക്കെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഈ ഒരു വാർത്ത വെളിപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കുടുംബത്തേക്ക് തന്നെ കടന്നുകയറ്റം നടത്തുന്നു. ഈ രണ്ടും അതേ അളവിൽ നാം വിലയിരുത്തുകയാണെങ്കിൽ എത്രമാത്രം ഒളിച്ചുകളിയും നടപടികളുടെ ദുരുപയോഗവുമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രദീപ്, നമുക്കറിയാം ഇപ്പോൾ സജീഷ് കഴിഞ്ഞ 1 വർഷമായി വിയൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അദ്ദേഹം ജയിലിലാവുന്നതിന് മുമ്പ് നടത്തിയ വെളിപ്പെടുത്തൽ എന്ന നിലയിലാണ് ഞങ്ങൾക്ക് സജീഷിൻ്റെ ഈ വീഡിയോ ക്ലിപ്പിംഗ് ലഭിച്ചത്. ഒരുപക്ഷെ ആ ഘട്ടത്തിൽ നടത്തിയതിനേക്കാൾ
വളരെ കൂടുതലായ വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഇനിയും സജീഷിന്റെ കയ്യിലുണ്ട്. സജീഷ് വളരെ അടുത്ത് തന്നെ വിയ്യൂർ ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സജീഷിന് പുറത്തിറങ്ങിയാൽ ഇതിലും കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും. ഈ കേസിനെ നിർണായകമായേക്കാവുന്ന, കേസിന്റെ ഭാവിയെ തന്നെ നിർണായകമായ രീതിയിൽ മാറ്റിമറിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സജീഷിന്റെ കയ്യിലുണ്ട് എന്ന് കൃത്യമായി അറിയേണ്ടവർക്ക് അറിയാം. അത് സജീഷിന്റെ കയ്യിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സജീഷിന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ പോലീസ് നടപടി സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും സജീഷിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കേണ്ടവർ സജീഷ് എങ്ങനെ ഈ വെളിപ്പെടുത്തൽ നടത്തി, അതെങ്ങനെ പുറത്തെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമാണ് എവിടെ നിന്നൊക്കെയുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രദീപ്, ഈ ഒരു കാര്യം കൂടി, ഈ പീഡനത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സജീഷിന്റെ കുടുംബം ഇപ്പോൾ ആഗ്രഹിക്കുന്നതായി നമുക്ക് സൂചനകളുണ്ടോ? സജീഷിന്റെ കുടുംബം അത്തരത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും തന്നെ അറിയുന്ന, അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളെക്കുറിച്ചൊന്നും അറിയുന്ന ആൾക്കാർ അവൾ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വീട്ടിലെത്തുമ്പോൾ പോലും വളരെ ഭയചകിതരായി അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് ഈ വെളിപ്പെടുത്തൽ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ മെമ്മറി കാർഡ് അദ്ദേഹത്തിന്റെ അഭിമുഖം പുറത്തെത്തിയതിനെക്കുറിച്ചും ഒന്നും സജീഷിന്റെ മറ്റു ബന്ധുക്കൾക്കൊന്നും അത് സംബന്ധിച്ച് അറിയില്ല. സജീഷിന്റെ അമ്മയാണ് ഈ വിവരങ്ങൾ, അതായത് സജീഷിന്റെ അമ്മയാണ് സജീഷ് ഈ മെമ്മറി കാർഡ് ഏൽപ്പിക്കുന്നതും അവരാണ് നമുക്ക് ഈ മെമ്മറി കാർഡ് കൈമാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ബന്ധുക്കൾക്ക് അറിവില്ല. സജീഷിന്റെ സഹോദരനും അമ്മയും ഇപ്പോൾ നാട്ടിലുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മറ്റ് ബന്ധുക്കളെ തേടി പോലീസ് ചെല്ലുന്നത്. ഇതിന് പരാതി നൽകുക, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള തുടർ നടപടിക്രമങ്ങൾ എന്താണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത്. സജീഷിന്റെ അമ്മ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് എത്തി പരാതി നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.